കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെൺമക്കളുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കാത്തവരാണ് മഹാഭൂരിപക്ഷം മാതാപിതാക്കൾ. അവരുടെ വിഷമങ്ങൾ, അവരുടെ സങ്കടങ്ങൾ അവർ വിലവെക്കുകയില്ല. അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ പരിഗണിക്കുന്നില്ല, പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരികയും ചർച്ചയാവുകയും ചെയ്താൽ അതുവല്ല ത്വലാഖിലേക്കും എത്തുമോ, അങ്ങനെയായാൽ അത് നമുക്ക് നാണക്കേടല്ലേ. അങ്ങനെ മാതാപിതാക്കൾ അവരുടെ നാണക്കേട് മാത്രമാണ് പരിഗണിക്കുന്നത്. ഈ പെൺകുട്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നേയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നില്ല, എപ്പോഴും അവരെ സന്ദർശിച്ചിരുന്നു എന്നാണ്. ഫാത്തിമ ബീവിയെയും അതേപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് ചെന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അലി എവിടെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ബൈനി വബൈനഹു ഷൈ ഫഗാദബനി ഫഖറജ. ഞങ്ങൾ തമ്മിൽ ചെറിയ ഒന്നും രണ്ടും പറഞ്ഞ് ഒരു സംസാരം ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് എന്നോട് ദേഷ്യം പിടിച്ചു, വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ ഇല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിണങ്ങിപ്പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ വിട്ടു, എവിടെയെന്നൊന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എവിടെയാണ്? വലിയ ദൂരമൊന്നും പോയിട്ടില്ല, മദീന പള്ളിയിൽ കിടക്കുകയാണ്. കിടക്കുമ്പോൾ തട്ടം ശരീരത്തിൽ നിന്ന് മാറിയപ്പോൾ ശരീരത്തിൽ മണ്ണ് പുരണ്ടിട്ടുണ്ട്. നബിയോട് പറഞ്ഞു, പള്ളിയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തന്നെ നടന്നു ചെന്നു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തിരുന്നു. ആ മണ്ണ് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ തട്ടി മാറ്റി കൊടുത്തു. ഫമസഹു ഫജഅല യംസഹു അൻഹു. ആ പൊടി ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ട് റസൂലുള്ളാഹി പറയാണ്, ഖും യാ അബാ തുറാബ്. ഓ മണ്ണിന്റെ ഉപ്പ്, അഥവാ മണ്ണ് അറബിയിൽ ഒരു പ്രയോഗമാണ്, എഴുന്നേൽക്ക്. അള്ളാഹുവിന്റെ റസൂൽ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക്, തൻ്റെ പുതിയാപ്ലയെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പിണക്കം ഇല്ലാതാക്കുന്നത്. അതല്ലാതെ ആ അകൽച്ചയെ കൂട്ടുകയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. പല മാതാപിതാക്കളും അങ്ങനെയാണ്, അകൽച്ചക്ക് ശക്തി കൂട്ടുകയാണ് അവർ ചെയ്യുക. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് മനോഹരമായി അതിനെ പരിഹരിച്ചത് എന്ന് നോക്കൂ.